ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ വളകാപ്പാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പ്രിപ്പറേഷൻസ്, അതിൻ്റെ കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ ആരുമില്ല, ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി. ഇനിയിപ്പം ബാലൻസ് കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങാനുണ്ട്. വളയും കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടില്ല, അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ പോവുകയാണ്. ഇന്ന് വേഗം ഇറങ്ങാമോ? അങ്ങനെ ആദ്യം തന്നെ നമ്മൾ പൂക്കട വന്നിട്ടുണ്ട്. അവിടെ നിന്ന് കുറച്ച് പ്ലാസ്റ്റിക് ഫ്ലവേഴ്സും അല്ലാണ്ട് കുറച്ച് പൂവും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഞങ്ങൾ നോക്കി വെച്ചിരിക്കുന്നത്. മഞ്ഞ പച്ചയല്ല കേട്ടോ, മഞ്ഞ ഓറഞ്ചും. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പതുക്കെ പതുക്കെ നമുക്ക് ഫ്ലവർ സെറ്റ് ചെയ്യണമായിരുന്നു. അപ്പം ഫ്ലവറിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് വേണമായിരുന്നു. അപ്പോൾ അത് നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വരുമെന്ന് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താവും നോക്കാം. അത് ക്യാൻസലായി കഴിഞ്ഞാൽ അല്ലാണ്ട് ഫ്ലവർ അല്ലാണ്ട് സെപ്പറേറ്റ് വാങ്ങിച്ചിട്ട് ഇനിയിപ്പോൾ നമുക്ക് ത്രെഡ് ചെയ്യാൻ പോകാം. അങ്ങനെ ത്രെഡിങ് എല്ലാം കഴിഞ്ഞിട്ട് ചുരുക്കം പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ അല്ലേ. പിന്നെ നമ്മൾ നേരെ കയറിയത് വള നോക്കാനാണ് കേട്ടോ. മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഐറ്റം ആണല്ലോ ഇത്. അങ്ങനെ 4-5 കടകളിലൊക്കെ കയറി ഇറങ്ങിയിട്ട് ഞാൻ ലാസ്റ്റ് ഇവിടെ വന്നിരുന്നു. ആ സമയത്ത് എൻ്റെ കൈ പിടിച്ചിട്ട് പിന്നെ നമ്മളൊരു ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ ചുമ്മാതാണെങ്കിലും എന്തെങ്കിലുമൊക്കെ വലിച്ചു വാരി ഇടത്തില്ല, എനിക്കൊരു സമാധാനമില്ല. അപ്പം ഞാൻ അതിന് ശേഷം കുറച്ച് മൂക്കുത്തിയൊക്കെ ട്രൈ ചെയ്തു. പക്ഷെ അമ്മയ്ക്ക് ഒറ്റൊരെണ്ണം പോലും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അമ്മയ്ക്ക് ഇപ്പോൾ കിടക്കുന്ന ഒരു ചെറിയൊരു സിമ്പിൾ മൂക്കുത്തിയാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാലും അമ്മ ഒരു 2 എണ്ണം സെലക്ട് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ള നോട്ടം എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ഉള്ളത്, എനിക്ക് എവിടെ പോയാലും കുറച്ചധികം പർച്ചേസിങ് ഉണ്ടാവും ഗൈസ്. അപ്പം നമ്മൾ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ബാഗ് പാക്ക് ചെയ്യണം. ബാഗ് പാക്ക് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഫംഗ്ഷൻ നടത്തുന്നത് ഇവിടെ വെച്ചല്ല, നമ്മൾ മാമൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഫംഗ്ഷൻ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്നെല്ലാം പാക്ക് ചെയ്ത് നമുക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഞാനെല്ലാം ഇങ്ങനെ എടുത്തിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ബാഗിലോട്ടാക്കാം. സാരിയൊക്കെ ഞാൻ തന്നെ ട്രാപ്പ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇത് പിന്നെ കുഞ്ചുവിൻ്റെ സാരിയാണ്, കുഞ്ചുവിൻ്റെ സാരിയും ബ്ലൗസും. അത് കുഞ്ചു അമ്പലത്തിലെങ്ങാണ്ട് പോകുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള സാരിയും ബ്ലൗസുമാണിത്. ഇത് പിന്നെ അമ്മയുടെ സാരിയും ബ്ലൗസുമാണ്. അപ്പോൾ നമ്മുടെ സാരി കളക്ഷൻസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡ്രസ്സ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് ഇപ്പോൾ ഡ്രസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഓർണമെൻറ്റ്സ് ആണ്. ഓർണമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാം എടുത്ത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കമ്മൽ എന്നിട്ട് ഇങ്ങനൊരു കുഞ്ചലൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പം നമുക്കതെടുത്ത് വെക്കാം. പിന്നെ ഞാൻ ഇന്നലെ പോയിട്ട് കുറേ മൂക്കുത്തി നോക്കി. പക്ഷേ അതിനകത്ത് എനിക്ക് കുറേ എണ്ണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അമ്മയ്ക്ക് കുറേ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പം അങ്ങനെ അമ്മ സെലക്ട് ചെയ്ത് 2 മൂക്കുത്തി ഉണ്ട് കേട്ടോ. അത് 2 ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. ആ ടൈമിൽ എനിക്ക് ഏതാ ഫീൽ ഗുഡ് എന്ന് തോന്നുന്നത് ഞാൻ സെലക്ട് ചെയ്യും. പിന്നെ ഇത് എൻ്റെ കല്യാണത്തിനുള്ള മോതിരമാണ്, അത് ഞാൻ എടുക്കുന്നുണ്ട്. നെറ്റിച്ചിട്ട് ഇതിനകത്ത് നിങ്ങൾക്ക് മാടമ്പള്ളിയിലെ ചിത്രമൊക്കെ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ആഭരണങ്ങളെല്ലാം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിതൊരു മാടപ്പെട്ടിയിലാക്കി ഭദ്രമായിട്ട് ഈ പെട്ടി തന്നെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ തുണികളും നമ്മുടെ ആഭരണങ്ങളും മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ എനിക്ക് കുഞ്ഞാവയ്ക്കുള്ള ടാബ്ലറ്റ് അതെടുത്ത് വെക്കുന്നുണ്ട്. മെയിനായിട്ട് നമ്മൾ കെയർഫുള്ളായിട്ട് എടുത്ത് വെക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മുടെ വളകാപ്പിൻ്റെ മെയിനായിട്ട് നമ്മുടെ വളകളെല്ലാം. അപ്പോൾ എനിക്കിതൊന്ന് പേപ്പറിൽ റാപ്പ് ചെയ്ത് അതിൽ എൻ്റെ കയ്യിൽ ഞാൻ കൊണ്ടുപോകുന്ന ബാഗിലെങ്ങനെ സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ ഇത് പൊട്ട്. ഇനി പരിപാടിയുണ്ട് എനിക്ക്. ഇനിയിപ്പം നെയിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല. അപ്പം നെയിൽ ചെയ്യണം, പിന്നെ മെഹന്തി ഇടണം. അപ്പോൾ ഇനിയും പരിപാടികൾ കിടപ്പുണ്ട്. അങ്ങനെ ഗൈസ് നമ്മൾ കെട്ടി നമ്മൾ നേരെ നമ്മുടെ മാമൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അമ്മയും ബിബിയും പിന്നെ ബിബിയുടെ ഫാമിലി എല്ലാവരും നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് ലേറ്റായി പോയിട്ടുണ്ട്. വീട്ടിലെത്തിയതിനു ശേഷം ഞാൻ പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി എക്സൈറ്റഡ് ആയിരുന്നു ഈ 2 ദിവസം എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ബിബിയുടെ ഫാമിലിനെയാണ്. ഫാമിലിനെ കണ്ടിട്ട് ഞാനൊരു 6 മാസം ആവുന്നുണ്ട്. പിന്നെ എൻ്റെ ഫാമിലി ആണെങ്കിൽ എല്ലാവരും കൂടെ കൂടിയപ്പോഴത്തേക്കിന് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാനുള്ള സമയം കിട്ടിയില്ല. ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.